ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായിട്ടൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായിട്ടൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ. സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നോ. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നോ. ആമേൻ. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നോ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓൾ മലയാളി പാസ്റ്റേഴ്സ് ആൻഡ് ബിലീവേഴ്സ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കൂടെ ഈ സന്ധ്യാവേളയിലും ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാനുള്ളതായ അവസരം കർത്താവ് നൽകിയതിൽ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന പ്രിയ പാസ്റ്റർ സുനി ഐക്കാട്ട് അവറുകൾക്കും കുടുംബത്തിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ വന്ദനം അറിയിക്കുന്നു.
എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ ധന്യനാമത്തിലുള്ളതായ വന്ദനം അറിയിക്കുകയാണ്. ഈ സന്ധ്യാസമയത്ത് ദൈവവചനത്തിൽ നിന്നും നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നതായ കാര്യം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ളതായ തൻ്റെ പ്രത്യക്ഷതകളെക്കുറിച്ചാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് 11 പ്രാവശ്യം തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷമായ സമയങ്ങളും ആർക്കൊക്കെ പ്രത്യക്ഷമായി എന്നുള്ളതിനെക്കുറിച്ച് ചുരുക്കമായി ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗാരോഹണത്തിന് ശേഷം ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ഭക്തനായ ദൈവദാസനായ ദൈവത്തിൻ്റെ അപ്പോസ്തലനായി തീർന്ന പൗലോസിനും തന്നെ അധികം സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാന് പത്മോസിൽ വെച്ചും പ്രത്യക്ഷമായതായിട്ട് നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതിനാധാരമായിട്ട് ഞാനൊരു വേദഭാഗം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. അവൻ കഷ്ടമനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം തന്നെ ഉയർത്തെഴുന്നേൽക്കുവാനും ഇടയായി. യേശു തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഈ ലോകത്തിൽ ജീവിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം താൻ കഷ്ടം അനുഭവിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം താൻ മരിച്ചു, അടക്കപ്പെട്ടു. അതേ തിരുവെഴുത്തുകളിൻ പ്രകാരം തന്നെ താൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗസ്ഥലങ്ങളിലേക്ക് കടന്നുപോയി ഇന്നും തന്നിൽ വിശ്വസിക്കുന്നതായ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ട് ജീവിക്കുന്നു. ആ കർത്താവിനെയും മടങ്ങി വരും. ഇതാണ് ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത്. എന്നാൽ താൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പ്രത്യക്ഷമായതായ ആ ചില പ്രത്യക്ഷതകളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അനേകർക്ക് പ്രത്യക്ഷമായ കൂട്ടത്തിൽ ആദ്യമായി പ്രത്യക്ഷനായത് മഗ്ദലക്കാരത്തി മറിയയ്ക്കായിരുന്നു. ആ വസ്തുത യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തു മരിച്ചു. അരിമത്യക്കാരനായ യോസെഫിൻ്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. കല്ലറയിൽ അവനെ അടക്കം ചെയ്യുമ്പോൾ യേശു അധികം സ്നേഹിച്ചതായ ശിഷ്യനായ യോഹന്നാനും യേശുവിൻ്റെ അമ്മ മറിയയും അതോടൊപ്പം തന്നെ യേശുവിനെ അനുഗമിച്ചിരുന്നതായ ശുശ്രൂഷിച്ചിരുന്നതായ പല സ്ത്രീകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നതായ ആളുകൾ യേശുവിൻ്റെ അമ്മ മറിയ, അമ്മ മറിയയുടെ സഹോദരിയായ ശലോമ, ക്ലെയോപ്പാവ് എന്നു പേരുള്ളതായ ഒരു ശിഷ്യൻ്റെ ഭാര്യയായിരുന്നതായ മറിയ, യോഹന്ന, ഹെരോദാവിൻ്റെ കാര്യവിചാരകനായിരുന്നതായ കൂസയുടെ ഭാര്യ യോഹന്ന, മഗ്ദലക്കാരത്തി മറിയ, ഇങ്ങനെ 5-6 പരം സ്ത്രീകൾ അവിടെ കല്ലറയ്ക്കൽ കാത്തു നിന്നിരുന്നു. അടുത്ത ദിവസം, അടക്കപ്പെട്ടതിൻ്റെ അടുത്ത ദിവസം ശബത്തായതുകൊണ്ട് അവർ അന്നവിടെ ഭവനങ്ങളിൽ ശബത്ത് ആചരിച്ച് അടങ്ങിപ്പാർക്കുകയും ശബത്ത് കഴിഞ്ഞതായ അടുത്ത പ്രഭാതത്തിൽ അവർ അതികാലത്തെ കല്ലറയ്ക്കൽ ഓടിയെത്തി. ഈ സ്ത്രീകളെല്ലാം ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മഗ്ദലക്കാരത്തി മറിയ, യേശുവിൻ്റെ അമ്മ മറിയ, ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയ, യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും മാതാവായ ശലോമ, കൂസയുടെ ഭാര്യ യോഹന്ന, മറ്റൊരു സ്ത്രീയുടെയും പേര് പറയുന്നുണ്ട് ശൂഷന്ന. ഇങ്ങനെ 5-6 സഹോദരിമാർ കല്ലറയ്ക്കൽ ഓടിച്ചത്. കല്ലറയുടെ വാതിൽക്കൽ നിന്നും ആരെ കല്ലുരുട്ടി മാറ്റുമെന്നുള്ളതായ ഒരു വലിയ ഭാരത്തോടുകൂടിയാണ് അവരെ കല്ലറയ്ക്കലേക്ക് ഓടിയത്. അവർ കല്ലറയ്ക്കലേക്ക് പോയത് മറ്റൊന്നിനുമല്ല, അവർ ഒരുക്കിയതായ സുഗന്ധതൈലം ഈ യേശുവിൻ്റെ ശരീരത്തിന്മേൽ പൂശണമെന്നുള്ളതായ ആ വലിയ താല്പര്യത്തിലാണ് അവർ കടന്നുപോയത്. എന്നാൽ പ്രതിബന്ധങ്ങൾ ഉണ്ടെന്ന് അറിയാമായിരുന്നിട്ടും അതിനെ ഓർക്കാതെ, അതിനെ മറന്ന് കല്ലറയിലേക്ക് അവരെ ഓടിച്ചത്. കല്ലറയ്ക്കൽ ചെന്നതായ വേളയിൽ അവർ കണ്ടതായ വസ്തുത, കല്ലറയുടെ വാതിൽക്കൽ നിന്നും കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായ കാഴ്ചകൾ. അകത്ത് നോക്കിയപ്പോൾ 2 ദൂതന്മാരുടെ ദർശനമുണ്ടായി. ദൂതന്മാർ അവരോട് പറഞ്ഞു, അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ദൂതന്മാരവിടെ പ്രഘോഷിച്ചു. എന്നാൽ
ആ സ്ത്രീകൾക്ക്, ആ സഹോദരിമാർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല, അത് ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. അവരെ ഓടി പത്രോസിനോടും യോഹന്നാനോടും ചെന്ന് പറഞ്ഞു, ആ കല്ലറ തുറന്നു കിടക്കുന്നു, യേശുവിൻ്റെ ശരീരം അവിടെ കാണുന്നില്ല. ദൂതന്മാർ പറഞ്ഞ വസ്തുത അവർ മറന്നു. യേശുവിൻ്റെ ശരീരം ആരോ എടുത്തുകൊണ്ടുപോയി എന്നുള്ളതായ ചിന്തയാണ് അവരെ ഭരിച്ചിരുന്നത്. യാക്കോബും യോഹന്നാനും പത്രോസും യോഹന്നാനും വേഗത്തിൽ കല്ലറയിലേക്ക് ഓടി. യോഹന്നാൻ ഓട്ടത്തിൽ അല്പം മുൻപിൽ കയറി പത്രോസിന് മുൻപിൽ കടന്ന് ഓടി കല്ലറയ്ക്കിലെത്തി. എന്നാൽ കല്ലറ തുറന്നെടുക്കുന്നുണ്ടെങ്കിലും അകത്ത് കടന്നില്ല. പത്രോസ് വന്ന് കല്ലറയുടെ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ അവിടെ യേശുവിൻ്റെ ശരീരമില്ല എന്നുള്ള വസ്തുത മനസ്സിലായി. അവർ രണ്ടുപേരും മടങ്ങി പോവുകയും ചെയ്തു. സ്ത്രീകളും കല്ലറയ്ക്കിൽ നിന്ന് ഭയത്തോടുകൂടെ ഓടിപ്പോയി. എന്നാൽ മഗ്ദലക്കാരത്തി മറിയം മാത്രം ഓടിപ്പോകാതെ പിന്നെയും ആ കല്ലറയുടെ വാതിൽക്കൽ താൻ സ്നേഹിച്ചിരുന്നതായ അരുമനാഥനായ യേശുവിൻ്റെ ശരീരം കാണായികയാൽ കരഞ്ഞുകൊണ്ട് അവളോട് നിൽക്കുകയാണ്. കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ പ്രത്യക്ഷനായതായ ദൂതൻ അവളോട് ചോദിച്ചു, സ്ത്രീയെ, നീ കരയുന്നത് എന്തിന്? അപ്പോൾ അവൾ പറയുകയുണ്ടായി, യജമാനനെ, എൻ്റെ നാഥൻ്റെ ശരീരം നീ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെയാണെന്ന് പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവൾക്ക് അവിടെ പ്രത്യക്ഷമായി. യേശു പ്രത്യക്ഷമായിട്ട് ചോദിച്ചു, സ്ത്രീയെ, നീ കരയുന്നത് എന്തിന്? അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് മഗ്ദലക്കാരത്തി മറിയ പറഞ്ഞു, യജമാനനെ, നീ അവൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെയാണ് വെച്ചതെന്ന് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം, ഞാൻ അവൻ്റെ ശരീരം എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു. ഓർക്കുക, മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ച് തിരുവെഴുത്ത് എന്താണ് പറയുന്നത്? മഗ്ദലക്കാരത്തി മറിയയെ ഒരു പാപിനിയായ സ്ത്രീയായിട്ട് പലരും ചിത്രീകരിച്ച് പറയാറുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ അങ്ങനെ ഒരു പ്രസ്താവനയില്ല. മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ പ്രത്യേകമായ പറഞ്ഞിരിക്കുന്ന കാര്യം, അവൾ 7 ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ടതായ ഒരു സ്ത്രീയായിരുന്നു എന്നാണ്. ഒരു സുബോധമില്ലാത്തതായ ഭ്രാന്തിയായ ഭൂതബാധിതയായ ഒരു സ്ത്രീ. യേശു അവളെ സൗഖ്യമാക്കി, അവളുടെ ഭൂതങ്ങളെ പുറത്താക്കി, അവൾ സുബോധമുള്ളവളായി തീർന്നു. അന്നു മുതൽ യേശുവിനെ അവൾ സ്നേഹിക്കുകയും തന്നെ ആ പൈശാചിക ശക്തിയിൽ നിന്ന് വിടുവിച്ചതായ കർത്താവിന് വേണ്ടി അവളുടെ ജീവിതവും ഹൃദയവും സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതാണ് അവൾക്ക് യേശുവിനോടുള്ളതായ ആ സ്നേഹം. എന്നാൽ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നീ എവിടെ വെച്ചു എന്ന് പറയുക എന്ന് പറഞ്ഞപ്പോൾ യേശു അവളെ മറിയേ എന്ന് അവളുടെ പേർ ചൊല്ലി വിളിക്കുവാനിടയായി. ആ പേർ വിളി കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. റബൂനി എന്നുള്ളതായ വിളിയോടുകൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് അവൻ്റെ പാദങ്ങളെ പിടിക്കുവാൻ അടുത്ത് ചെന്നപ്പോൾ യേശു പറഞ്ഞു, എന്നെ തുടരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞ് എങ്ങോട്ടാണ് പോയത്? യേശു ക്രിസ്തു മരിക്കുന്ന സമയം ക്രൂശിൽ കിടന്നുകൊണ്ട് അനുദപിച്ച് മാനസാന്തരപ്പെട്ടതായ ആ കള്ളനോട്, ഇടതുവശത്ത് കിടന്ന കള്ളനാണോ വലതുവശത്ത് കിടന്ന കള്ളനാണോ എന്ന് തിരുവെടുത്ത് പറയുന്നില്ല. 2 പേരിൽ ഒരുവൻ എന്ന് മാത്രമാണ് പറയുന്നത്. അങ്ങനെ അനുദപിച്ചതായ മാനസാന്തരപ്പെട്ടതായ കള്ളനോട് ഇങ്ങനെ കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലിരിക്കും. ഈ പർദീസ എന്ന് പറയുന്നത് ഏതാണ്? പഴയ നിയമ ഭക്തന്മാർ പോയി വിശ്രമിച്ചിരുന്നതായ സ്ഥലമാണ് ഈ പർദീസ എന്ന് പറയുന്നത്. ആ പഴയ നിയമ ഭക്തന്മാരൊക്കെയും പറഞ്ഞതായ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഗോത്രപിതാവായ യാക്കോബ് തൻ്റെ മകൻ യോസെഫ് നെ കാണുന്നില്ല, അല്ലെങ്കിൽ മരിച്ചുപോയി എന്നുള്ള വസ്തുത മക്കൾ വന്ന് പറഞ്ഞപ്പോൾ താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ നരയെ നിങ്ങൾ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും. പിന്നീടൊരിക്കൽ പറയുകയുണ്ടായി, അവൻ്റെ അടുക്കലേക്ക് ഇനി മടങ്ങി വരികയില്ല, ഞാൻ പാതാളത്തിൽ ചെന്ന് അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനെ കാണും എന്നിങ്ങനെയുള്ളതായ അവസ്ഥകൾ പറയുമ്പോൾ പാതാളം അല്ലെങ്കിൽ ഷിയോൾ എന്നുള്ളതായ ആ പദം ആണ് ഇവിടെ പർദീസ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ പഴയ നിയമ ഭക്തന്മാർ പോയി വിശ്രമിച്ചിരുന്നതായ, മരിച്ചു പോകുന്ന ഭക്തന്മാർ വിശ്രമിച്ചിരുന്നതായ സ്ഥലത്തിനാണ് പാതാള പർദീസ, ഷിയോൾ എന്ന് പറയുന്നത്. ആ പാതാള പർദീസയ്ക്ക് മറ്റൊരു പേര് യേശുക്രിസ്തു പറഞ്ഞതായ ഉപമയിൽ, ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയിൽ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, അബ്രഹാമിൻ്റെ മടി. ലാസറിൻ്റെയും ധനവാന്റെയും കഥ പറയുമ്പോൾ ലാസർ മരിച്ചു, ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനികൻ മരിച്ചു, അവൻ താഴെ പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ എന്ന് നമ്മൾ വായിക്കുന്നു.
അപ്പോൾ ദുഷ്ടന്മാർ പോയിരുന്നത് യാതനാസ്ഥലത്തേക്കും ഭക്തന്മാർ പോയിരുന്നത് അബ്രഹാമിന്റെ മടി എന്നറിയപ്പെടുന്നതായ ആ പർദീസയിലേക്കുമാണ്. അപ്പോൾ ദുഷ്ടന്മാർ അധമ പാതാളത്തിലേക്ക് പോകുന്നു, ആ ഭക്തന്മാർ മുകളിലത്തെ പാതാളത്തിലേക്ക് പോകുന്നു. ലോവസ്റ്റ് ഹെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാതാളത്തിന് 3 തട്ടുകൾ എന്നാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. മുകളിലത്തെ പാതാളം, നടുവിലത്തെ പാതാളം, ഏറ്റവും അധമ പാതാളം. ദുഷ്ടന്മാർ അധമ പാതാളത്തിലേക്ക് പോകുമ്പോൾ ഭക്തന്മാർ, വിശുദ്ധന്മാർ മുകളിലത്തെ പാതാളത്തിലേക്കാണ് പഴയ നിയമകാലത്ത് പോയിക്കൊണ്ടിരുന്നിരുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മൾ ധനികന്റെയും ലാസറിന്റെയും ആ ഉപമ അല്ലെങ്കിൽ ആ കഥ പറയുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ധനികൻ പാതാളത്തിൽ കിടന്നുകൊണ്ട് അബ്രഹാം പിതാവിനോട് നിലവിളിക്കുമ്പോൾ ലാസറിനെ ഇങ്ങോട്ട് അയക്കാൻ പറയുമ്പോൾ പറയുന്നുണ്ട്, ഇവിടുന്ന് ആർക്കും ഇങ്ങോട്ട് വരാൻ കഴിയത്തില്ല, അവിടുന്ന് ഇങ്ങോട്ടും വരാൻ കഴിയത്തില്ല, കാരണം ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വിടവുണ്ട്, ഒരു ഗർത്തമുണ്ട്, അതിനെയാണ് നടുവിലത്തെ പാതാളമെന്ന് വേദപണ്ഡിതാക്കൾ പറയുന്നത്. ആകട്ടെ, അതിന്റെ വിശദീകരണം ഞാൻ പറയുന്നില്ല. അപ്പോൾ യേശുക്രിസ്തു മരിച്ച അന്ന് താൻ എങ്ങോട്ടാണ് പോയത്? ഈ മുകളിലത്തെ പാതാളത്തിലേക്കാണ് പോയത്. എന്തിനാണ് അവിടേക്ക് പോയത്? തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ മരിച്ചു, മരിച്ചതായ സമയത്ത് തന്നോട് ക്രൂശിക്കപ്പെട്ടതായ ആ കള്ളന്റെ അല്ലെങ്കിൽ അനുദപിച്ചതായ കള്ളന്റെ ആത്മാവിനെയും കൂട്ടി പാതാള പർദീസിലേക്ക് താൻ പോയി. പാതാള പർദീസിലേക്ക് പോയി. ആ പാതാളത്തിന്റെ താക്കോൽ തന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ താക്കോൽ ഉപയോഗിച്ച് ആ പാതാളത്തിൻ്റെതായ ഗേറ്റ് തുറന്ന്, പാതാളമേ നിന്റെ മരണം എവിടെ, നിന്റെ ജയം എവിടെ എന്ന് ഘോഷിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ വിശ്രമിച്ചിരുന്നതായ ആ വിശുദ്ധന്മാരോട് സുവിശേഷം ഘോഷിച്ചു. ആ സുവിശേഷം എന്താണ്? ഞാൻ നിവർത്തിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിടുതൽ ഉണ്ടാക്കിയിരിക്കുന്നുള്ളതായ ആ വിടുതലിന്റെ സുവിശേഷമാണ് അവിടെ പറയുവാനിടയായത്. അങ്ങനെ 3-ാം നാളിൽ താൻ വിശുദ്ധന്മാരുമായി പാതാളത്തിൽ നിന്നും താൻ കടന്നു വന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതായ, സ്വർഗത്തിലേക്ക് പോകാൻ തുടങ്ങുന്നതായ സമയത്താണ്, അതായത് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ തുടങ്ങുന്ന സമയത്താണ് മഗ്ദലക്കാരത്തി മറിയ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുവാനിടയായത്. അപ്പോൾ എന്നെ തുടരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല എന്നുള്ളതായ ആ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തു പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയായിരുന്നു എന്നാണ്. എന്നാൽ അന്ന് തന്നെ മറ്റ് 4 തവണകൾ മറ്റുള്ളവർക്ക് പ്രത്യക്ഷനായപ്പോൾ അവരോടൊക്കെ തന്നെ തൊട്ടു നോക്കുവാനും താൻ തൊടുന്നത് വിലക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷമായതിന് ശേഷം യേശുക്രിസ്തു പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി. എന്തിനാണ് പോയത്? ഈ പാതാള പർദീസയിൽ വിശ്രമിച്ചിരുന്നതായ വിശുദ്ധന്മാരുടെ ആത്മാക്കളെ സ്വർഗസ്ഥലങ്ങളിൽ കൊണ്ട് പിതാവിൻ്റെ അടുക്കൽ അവർക്ക് വേണ്ടി ഒരുക്കിയതായ ആ ഇടത്ത്, വാസസ്ഥലത്ത് ആക്കിയതിന് ശേഷം യേശു മടങ്ങി വന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആദ്യത്തെ പ്രത്യക്ഷത മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷനാകുമ്പോൾ യേശുക്രിസ്തു സ്വർഗസ്ഥലങ്ങളിലേക്ക് പഴയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കളുമായി പോകുവാൻ ഒരുങ്ങുകയായിരുന്നു. എന്നാൽ മറിയയുടെ കരച്ചിൽ കണ്ടിട്ട് യേശു ആ പ്രോഗ്രാം അല്പം ചേഞ്ച് ചെയ്ത് മടങ്ങി മറിയയുടെ അടുക്കൽ വന്ന് അവളെ ആശ്വസിപ്പിച്ചതിന് ശേഷം യേശു വിശുദ്ധന്മാരുമായി സ്വർഗീയ പർദീസയിലേക്ക് പോകുവാനിടയായി തീർന്നു. അപ്പോൾ അങ്ങനെ 1ാമത്തെ പ്രത്യക്ഷത മഗ്ദലക്കാരത്തി മറിയയ്ക്കായിരുന്നു. യേശുവിനെ കാണണമെന്നുള്ളതായ അവരുടെ അമിതമായ വാഞ്ച, ആ അഭിവാഞ്ചയെ നിവർത്തിക്കുവാൻ വേണ്ടി യേശു 1ാമതായിട്ട് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷമായി. ദൂതന്മാർ അവരോട് പറയുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റു, അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയിലുള്ളതായ നിങ്ങളോട് കൽപ്പിച്ച മലയിലേക്ക് പോകുന്നു, അവിടെ ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷമാകുമെന്ന് എൻ്റെ സഹോദരന്മാരോട്, അതായത് ശിഷ്യന്മാരോട് പോയി പറയുക എന്നാണ് യേശുവും മറ്റേ ദൂതനും ആ പ്രിയപ്പെട്ടവരുടെ സ്ത്രീകളോട് അറിയിപ്പാനിടയായത്. അപ്പോൾ കർത്താവ് പ്ലാൻ ചെയ്തിരുന്നത് ഗലീലയിലെ ആ മലയിൽ പോയി പ്രത്യക്ഷമാകുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ ശിഷ്യന്മാരത് വിശ്വസിക്കുകയോ അങ്ങോട്ട് പോവുകയോ ചെയ്യാതിരുന്നത് കൊണ്ട് അവരെ അങ്ങോട്ട് എത്തിക്കുവാൻ വേണ്ടി യേശു പല തവണകൾ അവർക്ക് പ്രത്യക്ഷമാകേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷമായതിനു ശേഷം സ്വർഗസ്ഥലങ്ങളിൽ പോയി ആ പഴയ വിശുദ്ധന്മാരെ അവിടെ, ആത്മാക്കളെ അവിടെ ആക്കി താൻ മടങ്ങി വന്നു. മടങ്ങി വന്നിട്ട് 2ാമത് പ്രത്യക്ഷമായത്
ഈ കല്ലറയിൽ നിന്ന് ഓടിപ്പോയതായ, ഭയന്ന് ഓടിപ്പോയതായ ആ സഹോദരിമാർക്കാണ്. ദൈവത്തിന് സ്തോത്രം. ആ പ്രത്യക്ഷതയെക്കുറിച്ച് നമുക്ക് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ യേശു അവരെ എതിരേറ്റു, നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവൻ്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ, അവിടെ അവർ എന്നെ കാണുമെന്ന് പറഞ്ഞു. ഇതായിരുന്നു കർത്താവിൻ്റെ പ്ലാൻ. നിങ്ങൾ ഒലിവുമലയിൽ, ഗലീലയിലുള്ളതായ മലയിലേക്ക് പോകണം, അവിടെ ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷമാകും എന്നാണ് കർത്താവ് അറിയിപ്പാനിടയായത്. അത് ആ സഹോദരിമാർ ചെന്ന് ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. എന്നാൽ അവരാരും പോയില്ല എന്നാണ് നമ്മൾ തുടർന്നുള്ളതായ പ്രത്യക്ഷതകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഈ സ്ത്രീകൾക്ക്, മഗ്ദലക്കാരത്തി മറിയയ്ക്ക് കർത്താവ് ആദ്യം പ്രത്യക്ഷനായി. ഓടിപ്പോയതായ സ്ത്രീകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ അമ്മ മറിയ, ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയ, മറിയയുടെ സഹോദരിയായ ശലോമ, ഹെരോദാവിൻ്റെ കാര്യവിചാരകനായിരുന്നതായ കൂസയുടെ ഭാര്യ യോഹന്ന, പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്നതായ മറ്റൊരു സഹോദരിയാണ് ശൂശന്ന. ഇങ്ങനെ ഉള്ള സഹോദരിമാർക്ക് കർത്താവ് രണ്ടാമത് പ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. ആ പ്രത്യക്ഷതയും കഴിഞ്ഞ് അന്നേ ദിവസം തന്നെ പത്രോസ് അപ്പോസ്തലൻ പ്രത്യക്ഷനായതായിട്ട് നമ്മൾ കൊരിന്തിയ ലേഖനത്തിൽ നിന്നും വായിപ്പാൻ കഴിയുന്നുണ്ട്. കൊരിന്തിയർക്ക് എഴുതിയതായ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യവും ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 34-ാം വാക്യവും വായിക്കുമ്പോൾ അന്ന് തന്നെ പത്രോസിനെ കർത്താവ് പ്രത്യക്ഷമായതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുമ്പേ ഓർപ്പിക്കുകയുണ്ടായല്ലോ, യേശുവിൻ്റെ ശരീരം കല്ലറയിൽ കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ, അന്ന് അറിഞ്ഞപ്പോൾ പത്രോസും യോഹന്നാനും കല്ലറയിലേക്ക് ഓടി വന്നു. അവരും അത് തിട്ടപ്പെടുത്തിയതിനു ശേഷം മടങ്ങിപ്പോയതല്ലാതെ യേശുവിൻ്റെ ശരീരം അന്വേഷിച്ചു പോകുകയൊന്നും ചെയ്തില്ല. എന്നാൽ അന്നേ ദിവസം തന്നെ പത്രോസിനും യേശു പ്രത്യക്ഷമായി. അതാണ് മൂന്നാമതുണ്ടായതായ പ്രത്യക്ഷത. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ അന്ന് തന്നെ 5 പേർക്ക് പ്രത്യക്ഷമായ കൂട്ടത്തിൽ മൂന്നാമത് പ്രത്യക്ഷനായത് പത്രോസിനായിരുന്നു. 4ാമത് കർത്താവ് പ്രത്യക്ഷമായത് എമ്മോസിലേക്ക് പോയതായ 2 വ്യക്തികൾക്കാണ്. എമ്മോസിലേക്ക് പോയതായ ആളുകളുടെ കാര്യം നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 13 മുതൽ 31 വരെ ഉള്ളതായ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 13 മുതൽ 31 വരെ ഉള്ളതായ വാക്യങ്ങളിൽ അവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നത് 2 വ്യക്തികൾ, അവരിൽ 2 പേർ എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരിൽ 2 പേർ. യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ 12 പേരെ മാത്രമാണ് പലപ്പോഴും കണക്കാക്കുന്നത്. എന്നാൽ 12 പേരെന്ന് പറയുന്നത് അപ്പോസ്തലന്മാരാണ്. അവർ ശിഷ്യന്മാരുടെ ഗണത്തിൽ നിന്നും കർത്താവ് തെരഞ്ഞെടുത്തതായ പ്രത്യേക ഗ്രൂപ്പാണ് 12 പേരടങ്ങുന്നതായ അപ്പോസ്തലന്മാർ. അതുകൊണ്ട് യേശുവിന് അതിലധികം ശിഷ്യന്മാരുണ്ടായിരുന്നു. ഏതാണ്ട് 500-ലധികം ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പുറകാലെ നമുക്ക് ചിന്തിപ്പാൻ കഴിയും. എന്നാൽ അവരിലുള്ളതായ 2 പേര്, ദൈവത്തിന് സ്തോത്രം, അത് ആരൊക്കെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഒരാളിൻ്റെ പേര് ക്ലെയോപ്പാവെന്ന് ആണ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സമയക്കുറവിനാൽ വായിക്കുന്നില്ല. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 24-ന്റെ 13 വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ആ 2 പേർ എമ്മൗസിലേക്ക് പോയി. ഏതാണ്ട് യെരുശലേമിൽ നിന്നും ഏതാണ്ട് 11 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ടുള്ളതായ ഒരു സ്ഥലമാണ് എമ്മൗസ് എന്ന് പറയുന്നത്. അവര് എമ്മൗസിലേക്ക് പോകാൻ കാരണം അവർ എമ്മൗസ് ദേശക്കാരായിരുന്നു. എന്നാൽ യേശുവിനെ അനുഗമിക്കുന്ന കൂട്ടത്തിലുള്ളതായ സ്ത്രീകളിൽ ഈ ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും ഉണ്ടായിരുന്നു. ക്ലെയോപ്പാവും യേശുവിനെ അനുഗമിച്ചതായ ശിഷ്യഗണത്തിൽപ്പെട്ടതായ ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവരെ 2 പേരും അവരുടെ സ്വന്തം നാട് എമ്മൗസിലായതുകൊണ്ട് അവര് യെരുശലേമിൽ നിന്നും മടങ്ങിപ്പോവുകയാണ്. അങ്ങനെ യെരുശലേമിൽ നിന്നും മടങ്ങിപ്പോകുന്നതായ സമയത്ത് അവർ 2 പേരും തമ്മിൽ തർക്കിച്ചും വാദിച്ചുമാണ് പോയതെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. എന്തായിരുന്നു അവരുടെ തർക്കവും വാദവും? ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയ ക്ലെയോപ്പാവിനോട് പറഞ്ഞു, ഞങ്ങൾ രാവിലെ കല്ലറയ്ക്കൽ ചെന്നു, യേശുവിൻ്റെ ശരീരം കണ്ടില്ല, ഒരു ദൂതനെ കണ്ടു, യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വസ്തുത ഞങ്ങളെ അറിയിച്ചു, അവൻ്റെ ശരീരം ഞങ്ങളിവിടെ കണ്ടില്ല, അതുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വസ്തുത ക്ലെയോപ്പാവിനോട് പറഞ്ഞു. എന്നാൽ ക്ലെയോപ്പാവിന് അത് വിശ്വാസം വന്നില്ല. ക്ലെയോപ്പാവ് പറഞ്ഞു, നിങ്ങൾ വെളുപ്പിനെ പോയി ഉറക്കപ്പിച്ചോടെ പോയി എന്തെങ്കിലും കണ്ടതായിരിക്കാം, അത് സത്യമാകുകയില്ല. അങ്ങനെ അവര് ഭയത്തോടുകൂടെ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോകുന്നതായ വേളയിൽ യേശുക്രിസ്തു അവരുടെ തർക്കത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിന്റെ ഇടയിൽ
കയറി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് പോകുന്നത് എന്ന് കർത്താവ് ചോദിപ്പാനിടയായി. ഇതിങ്ങനെയാണ് വായിക്കുന്നത്. ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും അവർ തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ, അപ്പം തർക്കവും ഉണ്ടാകാൻ കാരണം ഈ ക്ലെയോപ്പാവ് പറഞ്ഞു കാണും, ഇല്ല അവങ്ങ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് അങ്ങനെ സംഭവിച്ചു കാണുകയില്ല. എന്നാൽ അത് മനസ്സിലാക്കിയ മറിയ പറഞ്ഞു, ഇല്ല ഞങ്ങൾ കണ്ടതാണ്, കല്ലറ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നുള്ള. അവർ തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ യേശു അവരുടെ അടുക്കലേക്ക് ചെന്നു, അവർക്ക് പ്രത്യക്ഷനായി. എന്നാൽ യേശു ആണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. ഇങ്ങനെ അവൻ ചോദിച്ചു, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏതെന്ന് യേശു അവരോട് ചോദിച്ചു. അതിന് ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നതായ നസറേനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രയേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു, ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. മാത്രം ഇത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് മൂന്നാം നാളാകുന്നു. ഇങ്ങനെ മരിച്ചിട്ട് മൂന്നാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ ചെന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ തൻ്റെ ഭാര്യ മറിയയും ഉണ്ടായിരുന്നു. സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ മരിച്ചടക്കപ്പെട്ട യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതായ ദൂതന്റെ ദർശനം, അങ്ങനെ പറഞ്ഞതായ ദൂതന്റെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളാ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയമായി. അങ്ങനെ ഭയം കൊണ്ട് ഞങ്ങൾ യെരുശലേമിൽ നിന്നും ഈ വിട്ടുപോരുകയാണ്. ഇനി അവിടെ നിന്നാൽ ഇതിലും അധികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങളവിടെ നിൽക്കാൻ മടി കാണിച്ച് അങ്ങ് പോവുകയാണ്. അങ്ങനെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്ക് ചെന്നു, അതായത് പത്രോസും യോഹന്നാനും ചെന്നു. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ല താനും. ആ യേശുവിന്റെ ശരീരം അവിടെ കണ്ടില്ല. ഇതാണ് ഞങ്ങളുടെ തർക്കത്തിന്റെ വിഷയമെന്ന് ആ ക്ലെയോപ്പാവ് പറയുകയാണ്. അപ്പോൾ കർത്താവ് പറയാണ്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നോക്കുക, ഞാൻ ആദ്യമേ ഓർപ്പിക്കുകയുണ്ടായി, യേശു ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് മരിച്ച് അടക്കപ്പെടുവാനിടയായത്. തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് അവൻ ഉയർത്തു നിൽക്കുവാനിടയായത്. അവൻ ദ്രവത്വം കാണുകയില്ല എന്നുള്ളതായ ദൈവത്തിന്റെ വചനപ്രകാരം അവൻ മരിച്ച് അടക്കപ്പെട്ടു. എങ്കിലും ദ്രവത്വം കാണുന്നതിന് മുൻപ്, അവന്റെ ശരീരം ദ്രവിക്കുന്നതിന് മുൻപ്, അവന്റെ ശരീരത്തിന്മേൽ ദ്രവത്വം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അവൻ രൂപാന്തരപ്പെട്ട് ഉയർത്തു നിൽക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ ശരീരം 3 നാൾ കൊണ്ട് ദ്രവിക്കുകയില്ല. കാരണം ദ്രവിക്കാതിരിക്കാനുള്ളതായ 300 റാത്തൽ സുഗന്ധദ്രവ്യ കൂട്ടുകളിട്ടാണ് അവനെ അടക്കം ചെയ്യുവാനിടയായത്. യഹൂദന്മാർ പുനരുത്ഥാനത്തിൽ പ്രതീക്ഷയുള്ളവരായിരുന്നതുകൊണ്ട്, പ്രത്യാശയുള്ളവരായിരുന്നതുകൊണ്ട് അവർ ശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്നതായ പതിവ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിന്റെ ശരീരവും സുഗന്ധദ്രവ്യ കൂട്ടിലിട്ട് അത് കേടുകൂടാതെ സൂക്ഷിച്ചുകൊണ്ടാണ് അവൻ അടക്കം ചെയ്യുവാനിടയായത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ ശരീരം ദ്രവത്വം കാണുന്നതിന് മുൻപ് തന്നെ അത് രൂപാന്തരപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഇത് തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് യേശു ഉയർത്തെഴുന്നേറ്റതെന്ന് അവർക്ക് കർത്താവ് പറഞ്ഞു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അടുത്ത ഭാഗം കൂടെ ഓർക്കുക. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ക്ലെയോപ്പാവിന്റെയും ഭാര്യ മറിയയുടെയും ഗ്രാമത്തോട് അടുത്തതായ സമയത്ത് അവരെ പിരിയാനുള്ളതായ സമയമായി എന്നുള്ളതായ ആ നിലയിൽ യേശു അവരെ പിരിഞ്ഞു പോകുവാനുള്ളതായ ഭാവം കാണിച്ചു. അങ്ങനെ ഭാവം കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗം ഞാൻ ഓർക്കാറുണ്ട്.
യേശുക്രിസ്തു അവരുടെ കൂടെ താമസിക്കാമെന്നുള്ളതായ നിലയിൽ അങ്ങോട്ട് പറഞ്ഞതല്ല. അവർ നിർബന്ധിച്ചിട്ട് താമസിക്കത്തക്ക നിലവാരത്തിൽ താൻ പോകുന്നതായ ഭാവം കാണിച്ചു. എങ്കിലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി യേശു അവരുടെ ഭവനത്തിലേക്ക് ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. ഇതാണ് നാലാമത്തെ പ്രത്യക്ഷത. എമ്മോസിലേക്ക് പോയതായ ക്ലെയോപ്പാവിനും ഭാര്യ മറിയയ്ക്കും യേശുക്രിസ്തു പ്രത്യക്ഷമായത്. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക. അപ്പൊ നാലാമത്തെ പ്രത്യക്ഷത ഇത്. അവര് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവരുടെ ഭവനത്തിൽ താമസിക്കാതെ യേശു അവർക്ക് പ്രത്യക്ഷമായി എന്നുള്ള വസ്തുത അറിയിക്കുന്നതിന് വേണ്ടി അവർ മടങ്ങി അന്ന് തന്നെ യെരുശലേമിലേക്ക് മടങ്ങി വന്നു. യെരുശലേമിൽ മടങ്ങി വന്ന് ശിഷ്യന്മാരൊക്കെ കൂടുന്നതായ ആ ഭവനത്തിൽ വന്നപ്പോൾ അവിടെ ശിഷ്യന്മാരും പത്രോസും ഒക്കെ ഇരിക്കുന്നു. എന്നിട്ട് അവർ സംസാരിക്കുകയാണ്. പത്രോസിന് കർത്താവ് പ്രത്യക്ഷമായ വിധത്തെക്കുറിച്ച് അവർ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവരും പറഞ്ഞു, ഞങ്ങൾക്കും കർത്താവ് പ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ യഹൂദന്മാരെ ഭയപ്പെട്ട് അവരുടെ മുറി അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ അടച്ചിട്ട മുറിയുടെ ഉള്ളിലേക്ക് യേശു പ്രത്യക്ഷമായി. ദൈവത്തിന് സ്തോത്രം. അവർ ഭയപ്പെട്ടു പോയി. അവർ മുറി അടച്ചിട്ടിരിക്കുന്നതായ അടച്ച മുറിക്കുള്ളിൽ യേശു പ്രത്യക്ഷമായതായ ആ സമയത്ത് അവർ ഭയപ്പെടുവാനിടയായി. ഇവിടെ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പുനരുത്ഥാനം പ്രാപിച്ചതായ, രൂപാന്തരം പ്രാപിച്ചതായ ആ ശരീരത്തിന്, ആത്മശരീരത്തിന് വസ്തുക്കളെ ഭേദിച്ച് അകത്ത് കടക്കുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിങ്കൽ, യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിങ്കൽ അവൻ കാഹളം ധ്വനിപ്പിക്കും. ഇവിടെ കയറി വരിക എന്നുള്ളതായ ശബ്ദം കേൾപ്പിക്കും. അന്ന് ജീവനോട് ഇരിക്കുന്നതായ വിശുദ്ധന്മാർ രൂപാന്തര ശരീരികളായി എടുക്കപ്പെടുന്നതായ സമയം ഏത് മുറിയുടെ ഉള്ളിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഏത് ജയിലിൽ അടച്ചിട്ടിരിക്കുന്നതായ വ്യക്തിയാണെങ്കിലും, ഏത് തടവറയിൽ പാർപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിലും അവനൊരു ഭക്തനാകുന്നുവെങ്കിൽ കാഹളത്തിന്റെ ശബ്ദം ധ്വനിക്കുന്നതായ സമയം അവന്റെ ശരീരം രൂപാന്തരപ്പെടുകയും ഏറ്റവും അറയ്ക്കുള്ളിൽ ഇരിക്കുന്നതായ വ്യക്തിയാണെങ്കിലും വസ്തുക്കളെ ഭേദിച്ച് അവന്റെ ആത്മാവ് സ്വർഗസ്ഥലങ്ങളിലേക്ക് കടന്നു പോകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഓർക്കുക, ഒരു വ്യക്തിക്കും ഒരു ക്രിസ്തീയ വിശ്വാസിയെ കീഴ്പ്പെടുത്തുവാനോ തടഞ്ഞു വെക്കുവാനോ കഴിയത്തില്ല. അവന്റെ ശരീരത്തെ മാത്രമേ തടയുവാനോ ദണ്ഡിപ്പിക്കുവാനോ കഴിയത്തുള്ളൂ. എന്നാൽ അവന്റെ ആത്മാവിനെ ദണ്ഡിപ്പിക്കുവാൻ കഴിയത്തില്ല. അവന്റെ ആത്മാവിന് രൂപാന്തരം ഉണ്ടാകുമ്പോൾ, അവന്റെ ശരീരത്തിന് രൂപാന്തരം ഉണ്ടാകുമ്പോൾ ഏത് ചങ്ങലകളെയും ഭേദിച്ച്, ഏത് തടവറകളെയും ഭേദിച്ച് അവൻ ഉയർക്കപ്പെടുവാനിടയാകും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ മനഃപൂർവ്വമായി അന്യായമായി തടവിൽ പാർപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ക്രിസ്തീയ വിശ്വാസികൾ ഇന്ന് അവർ തടവിൽ കഴിയുന്നുവെങ്കിലും നാഥന്റെ ശബ്ദം കേൾക്കുന്നതായ സമയം, കാഹളം ധ്വനിക്കുന്നതായ സമയം അവർ രൂപാന്തര ശരീരികളായി അവരുടെ കല്ലറകളിൽ നിന്ന് പുറത്തു വരുന്നതായ വിശുദ്ധന്മാരെ പോലെ തന്നെ തടവിൽ കഴിയുന്നതായ ഭക്തന്മാരും പുറത്തു വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ചങ്ങലകൾക്കോ തടവറകൾക്കോ ഒരു ക്രിസ്തീയ വിശ്വാസിയെ തടഞ്ഞു വെക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവര് അന്നത്തെ ദിവസം തന്നെ, ഉയർത്തുന്നേറ്റ ദിവസം തന്നെ 5 പ്രാവശ്യവും ഇവർക്ക് പ്രത്യക്ഷമായി. യേശു എന്താണ് അവരോട് പറഞ്ഞത്? നിങ്ങൾ ഗലീലയിലുള്ളതായ ആ മലയിലേക്ക് പോകണം, ഞാൻ അവിടെ നിങ്ങൾക്ക് പ്രത്യക്ഷനാകുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവരങ്ങോട്ട് പോകാതിരുന്നത് കൊണ്ട് അവർക്ക് വിശ്വസിക്കുവാൻ വേണ്ടി ഈ 5 തവണയും കർത്താവ് പ്രത്യക്ഷനായി. എന്നാൽ അന്ന് വൈകിട്ടത്തെ ആ കൂട്ടത്തിൽ തോമസ് അവരുടെ നടുവിൽ ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തോമസിനോട് ഈ മറ്റേ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു, ഞങ്ങൾ മശീഹയെ കണ്ടു, അവൻ ഉയർത്തുന്നേറ്റു, ഞങ്ങൾക്ക് പ്രത്യക്ഷമായി എന്ന് പറഞ്ഞപ്പോൾ തോമസ് തൻ്റെ ഉള്ള മനസ്സിലെ സംശയം താൻ പ്രഖ്യാപിച്ചു. എന്താണ് സംശയം? ഇല്ല, ഞാൻ വിശ്വസിക്കുകയില്ല, ഞാൻ അവനെ കാണാതെ വിശ്വസിക്കുകയില്ല. മാത്രമല്ല, അവൻ്റെ ആ കൈകളിലെ ആണിപ്പഴുത് എനിക്ക് കാണണം, അവൻ്റെ വിലാപ്പുറത്തെ മുറിവ് എനിക്ക് കാണണം, അത് കണ്ട് അവിടെ വിരലിട്ട് എനിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം, എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് തോമസ് പറയുവാനിടയായി. ഇത് ശിഷ്യന്മാരാരും കർത്താവിനോട് പറഞ്ഞില്ല. പക്ഷെങ്കിൽ തോമസ് പറഞ്ഞ കാര്യം കർത്താവ് നന്നായി കേട്ടു, കർത്താവ് അത് മനസ്സിലാക്കി. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച 8-ാം നാളിൽ ശിഷ്യന്മാര്
തോമസ് ഉൾപ്പെടെ ഒരുമിച്ച് കൂടിയിരുന്നതായ ആ സമയം കർത്താവ് അവരുടെ നടുവിൽ പ്രത്യക്ഷനായി. അതാണ് ആറാമത്തെ പ്രത്യക്ഷത. ഇത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ളതായ വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആറാമത്തെ പ്രത്യക്ഷത തോമസോടുള്ളതായ കൂട്ടത്തിൽ കർത്താവ് പ്രത്യക്ഷമായത്. ദൈവത്തിന് സ്തോത്രം. അവിടെ പ്രത്യക്ഷമായിട്ട് കർത്താവ് തോമസിനോട് പറഞ്ഞതായ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 26 മുതലുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാനത് വായിച്ചുകൊള്ളാം. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തോമസിന്റെ അവിശ്വാസത്തെ മാറ്റുവാൻ വേണ്ടി കർത്താവ് പിന്നെയും പ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ആറാമത്തെ പ്രത്യക്ഷത. ദൈവത്തിന് സ്തോത്രം. ഏഴാമത് പ്രത്യക്ഷമായതായ കാര്യമാണ് 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. ഇങ്ങനെ പല തവണകൾ 6 പ്രാവശ്യം ഇവർക്കെല്ലാം പ്രത്യക്ഷമായിട്ടും ഈ ശിഷ്യന്മാര് ഗലീലയിലേക്ക് പോയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം പത്രോസ് പറഞ്ഞു, ഞാന് മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റു ചില ആളുകളും കൂടെ ചേർന്ന് ഒരു 7 പേര് അവര് മീൻ പിടിപ്പാൻ വേണ്ടി പോകാൻ തയ്യാറായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവർ അന്ന് രാത്രി മുഴുവനും വല വീശി മീൻ പിടിക്കാൻ നോക്കിയിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. ഏതാണ്ട് വെളുപ്പായപ്പോൾ കർത്താവ് അവരെ തേടി കടൽ തീരത്തേക്ക് കടന്നു വന്നു. യേശുവിനെ അനുഗമിപ്പാൻ വേണ്ടി പടകും വലയും ഒക്കെ ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെട്ടതായ ശിഷ്യന്മാരാണ്. എന്നാൽ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തുനേറ്റു, അവർക്ക് പ്രത്യക്ഷമാകുകയും ചെയ്തു. അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ ഗലീലയിലേക്ക് പോകാൻ, അവിടെ നിങ്ങൾക്ക് ചില നിയോഗങ്ങൾ നൽകാനുണ്ടെന്ന് പറഞ്ഞതാണ്. എന്നാൽ അതൊന്നും പോകാൻ അവർ മനസ്സുവെക്കാതെ അവർ പഴയ പണിക്ക് വേണ്ടി തന്നെ പിന്നെയും പോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ പിന്മാറിപ്പോകുന്നതായ ഒരു കൂട്ടമാണ് ഈ പത്രോസിനെയും 7 പേരെയും കൂടെ, ഇവിടെ 7 പേരെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അവർ പിന്മാറിപ്പോയതിൽ യേശുവിന് വേദനയുണ്ടെങ്കിലും അവരോടുള്ളതായ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ലാതെ അവരെ മടക്കി വരുത്തുവാൻ വേണ്ടി ആ കടലിന്റെ തീരത്തേക്ക് യേശു വരെ തേടി ചെന്നതായ കാര്യമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അവരെ തേടി ചെന്നപ്പോൾ യേശു അവർക്ക് വേണ്ടി കരുതിയ കരുതലുകളെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇതാ യേശു കടൽക്കരയിൽ നിന്നുകൊണ്ട് ഈ ശിഷ്യന്മാരെ വിളിച്ചു. എന്താ വിളിച്ചത്? കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങള് രാത്രി മുഴുവനും അധ്വാനിച്ചു നാഥ, ഒന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെയാണ് പറഞ്ഞത്. അതിന്റെ മൂന്നാം വാക്യം മുതൽ 21-3 മുതൽ, ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുമെന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നുവെന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ടു. ആ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു കണ്ട് 2-ാം വാക്യം പറയുന്നുണ്ട്. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും, ഗലീലയിലെ കാനായിലെ നഥനയേല്, സബദി മക്കൾ യാക്കോബ്, യോഹന്നാന് 5 പേര്, വേറെ 2 പേരും, അങ്ങനെ 7 പേര് പോയത്. അവര് പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. തന്നെ വിട്ട് പിന്മാറിപ്പോയതായ ആ ശിഷ്യന്മാരെ അവരോട് ദേഷ്യത്തോടെ സംസാരിക്കുകയല്ല കർത്താവ് ചെയ്തത്. പിന്നെയോ അവരെ വിളിക്കുകയാണ്. കുഞ്ഞുങ്ങളെ എന്നുള്ളതായ വിളിയിലാണ് അവരെ വിളിക്കുന്നത്, അവരോടുള്ള വാത്സല്യം. എന്നിട്ട് അവർ പറഞ്ഞു, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, പടകിന്റെ വലതുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അവർക്ക് മനസ്സിലായത്? അവരുടെ ജീവിതത്തിൽ പണ്ടിങ്ങനെ അനുഭവം ഉണ്ടായതാണ്. യേശു പറഞ്ഞതനുസരിച്ച് രാത്രി മുഴുവനും അധ്വാനിച്ചൊന്നും കിട്ടാതിരുന്നപ്പോൾ യേശു പറഞ്ഞതനുസരിച്ച് വല ഇറക്കിയതായ സമയത്ത് ഒരു വലിയ മീൻകൂട്ടം അവരുടെ വലയ്ക്കുള്ളിൽ കിട്ടിയതാണ്. അതുപോലെ ഇപ്പോൾ ഒരു സംഭവം നടന്നിരിക്കുന്നു. അപ്പോൾ ഇത് യേശുവാണെന്നുള്ളതായ ആ ഒരു ഉറപ്പ് അവർക്കുണ്ടായി. അപ്പോൾ യോഹന്നാൻ പത്രോസിനോട് പറഞ്ഞു, അത് യേശുവാകുന്നു, അത് കർത്താവാകുന്നു എന്ന് പറയുകയുണ്ടായി. പത്രോസ് വേഗത്തിൽ തൻ്റെ കുപ്പായം എടുത്തിട്ടുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടി നീന്തി കരയിൽ വന്നു. അങ്ങനെ
മറ്റു ശിഷ്യന്മാരും പടവുമായും മത്സ്യവുമായി കരയെടുത്തു. അങ്ങനെ അവർ മത്സ്യം വലിച്ചു കയറ്റി. എന്നാൽ അവരോട് കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചുവെങ്കിലും യേശുനാഥൻ തന്നെ അവർക്ക് വേണ്ടി ആ കനന്മേൽ ചുട്ടെടുത്തതായ ആ മത്സ്യവും അപ്പുമൊക്കെ അവർക്ക് ആഹാരം അവർക്ക് കൊടുക്കുവാനിടയായി. തന്നെ വിട്ട് പിന്മാറിപ്പോയതായ ആ ശിഷ്യഗണങ്ങളാണെങ്കിലും അവർക്ക് വേണ്ടി കരുതിയവനായ ഒരു കർത്താവിനെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഏഴാമതുണ്ടായതായ ആ പ്രത്യക്ഷത. ദൈവത്തിന് സ്തോത്രം. സമയക്കുറവിനാൽ ഞാൻ വിശദീകരിക്കാതെ മുമ്പോട്ട് പോവുകയാണ്. എട്ടാമതായി ഉണ്ടായതായ പ്രത്യക്ഷത ഗലീലയിലെ മലയിലാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നിങ്ങൾ ഗലീലയിലെ മലയിലേക്ക് പോവുക, അവിടെ ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷനാകുമെന്ന് പറഞ്ഞതായ ആ വാക്ക് അവർ മറന്ന് അതിന് തയ്യാറാകാതിരുന്നപ്പോഴാണ് യേശു ക്രിസ്തു അവർക്ക് പ്രത്യക്ഷനാകുവാനിടയായത്. എന്തിന്? അവരെ ആ ഗലീലയിലെ മലയിലേക്ക് കൊണ്ടുവരാനും അവരെ മടക്കി വരുത്തുവാനും താൻ ഉയർത്തുന്നതിനുള്ള വസ്തുത അവരെ ബോധ്യപ്പെടുത്തുവാനും വേണ്ടി. അങ്ങനെ 7 തവണകൾ പ്രത്യക്ഷമായതിനു ശേഷം കർത്താവിന്റെ വാക്കനുസരിച്ച് അവര് ഗലീലയിലെ മലയിലേക്ക് പോയി. അവിടെ കർത്താവ് അവർക്ക് പ്രത്യക്ഷമായി. ആ പ്രത്യക്ഷതയെ കുറിച്ചാണ് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതലുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ പ്രത്യക്ഷതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു നൽകിയതായ ദ ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇതിനു വേണ്ടിയാണ് കർത്താവ് അവിടെ വരുവാൻ പറഞ്ഞത്. തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തതായ മഹാനിയോഗം എന്തായിരുന്നു? 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശുവോട് കൽപ്പിച്ചിരുന്നതായ മലയ്ക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴാണ് അവരത് പോകുവാനിടയായത്. അവനെ കണ്ടപ്പോൾ, അവിടെ ചെന്നപ്പോൾ യേശു അവരെ അവിടെ കാത്തു നിൽക്കുകയാണ്. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. അപ്പോഴും സംശയമുള്ളതായ ചില വ്യക്തികളുടെ ഉണ്ട്. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, യേശുക്രിസ്തു ഈ നിയോഗം, ഈ ഗ്രേറ്റ് കമ്മീഷൻ നൽകുവാൻ വേണ്ടിയാണ് ഗലീലയിലെ മലയിൽ വരുവാൻ പറഞ്ഞത്. എന്നാൽ വരാതിരുന്നപ്പോൾ അവരെ ഉത്സാഹിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് 7 പ്രാവശ്യം പ്രത്യക്ഷനായി. അങ്ങനെ 8ാമത് തവണ ആ ഗലീലയിലെ മലയിൽ വെച്ച് പ്രത്യക്ഷനായി കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് ആ മഹാനിയോഗം കൊടുക്കുവാനിടയായി. എന്താണ് മഹാനിയോഗം? നിങ്ങൾ പുറപ്പെടുക, നിങ്ങൾ ഈ സുവിശേഷം അറിയിക്കുക, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ പറഞ്ഞു വിട്ടിട്ട് തനിയെ മാറിയിരിക്കുന്നവനല്ല, കൂടെ വരാമെന്ന് വാക്ക് പറഞ്ഞ വിശ്വസ്തനായ കർത്താവാണ്. ഈ വാഗ്ദത്തമാണ് ഇന്ന് അനേക ഭക്തന്മാരെ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ബലപ്പെടുത്തുന്നതും ധൈര്യപ്പെടുത്തുന്നതുമായ ആ വസ്തുത. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ 8 പ്രാവശ്യം പ്രത്യക്ഷമായി. 9ാമത്തെ പ്രത്യക്ഷതയെ കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 6ാമത്തെ വാക്യത്തിൽ പത്രോസിന് പ്രത്യക്ഷമായതായ കാര്യം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട് 500-ലധികം ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷനായി എന്ന്. 1 കൊരിന്ത്യർ 15-ന്റെ 6ാമത്തെ വാക്യത്തിൽ 500-ലധികം ശിഷ്യന്മാർക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പേ പറയുകയുണ്ടായല്ലോ, യേശുവിന് 12 ശിഷ്യന്മാർ മാത്രമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 70 പേരുടെ കാര്യം പറയുന്നുണ്ട്. 120 പേർ മാളിമുറിയിൽ കൂടിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. 500-ലധികം പേർക്ക് കർത്താവ് പ്രത്യക്ഷനായി എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അത്രയും ശിഷ്യന്മാരുണ്ടായിരുന്നു. അങ്ങനെ 500-ലധികം പ്രത്യക്ഷനായി. അത് 8ാമത്തെ പ്രത്യക്ഷത. പിന്നെ 9ാമത്തെ പ്രത്യക്ഷത, 9ാമത്തെ പ്രത്യക്ഷത 500 പേർക്ക് പ്രത്യക്ഷനായി. 10ാമത്തെ പ്രത്യക്ഷതയാണ് തന്റെ സഹോദരനായ യാക്കോബിന്. ദൈവത്തിന് സ്തോത്രം. യേശു തന്റെ ജീവിതകാലത്ത് തന്റെ സഹോദരന്മാരായ യാക്കോബ്, യോസെ, യൂദ, ശീമോൻ ഇവരാരും യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടാണല്ലോ യേശുവിന്റെ ക്രൂശ് മരണത്തിന്റെ ആ സമയത്ത്, ക്രൂശിൽ കിടക്കുന്നതായ സമയം, തന്റെ അമ്മ അരികെ നിൽക്കുന്നത് കണ്ടിട്ട് താൻ സ്നേഹിച്ച ശിഷ്യനോട് പറയുകയുണ്ടായി, യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ, നീ അവളെ സ്വീകരിച്ചുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അമ്മയോട് പറയുകയുണ്ടായി, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് യോഹന്നാനെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്നിട്ട് അന്ന് മുതൽ യോഹന്നാൻ തന്റെ യേശുവിന്റെ അമ്മയെ തന്റെ ഭവനത്തിൽ സ്വീകരിപ്പാനിടയായി.
യോഹന്നാന്റെ അമ്മയും യേശുവിന്റെ അമ്മയും സഹോദരിമാരാണെന്നുള്ള വസ്തുത നമുക്ക് അറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് അങ്ങനെ യോഹന്നാനെ ഏൽപ്പിപ്പാനിടയായത്? തൻ്റെ സഹോദരന്മാരാരും യേശുവിനെ മശീഹിയാണെന്ന് വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ അമ്മ മറിയം അത് വിശ്വസിച്ച് യേശുവിനോട് പോകുന്നത് കൊണ്ട് ഈ സഹോദരന്മാർ അവളെ ഭവനത്തിൽ സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള ചിന്ത കൊണ്ടാണ്, ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുവാൻ ഇല്ലാതിരുന്നത് കൊണ്ട് യോഹന്നാനെ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ ഉയർത്തുന്നതിന് ശേഷം യേശു ക്രിസ്തു തൻ്റെ സഹോദരനായ യാക്കോബിന് പ്രത്യക്ഷമായി. ദൈവത്തിന് സ്തോത്രം. യാക്കോബിന് പ്രത്യക്ഷമായിട്ട് അവനോട് പറഞ്ഞു, ഞാൻ മശീഹിയാണ്, ഉയർത്തുന്നേറ്റിരിക്കുന്നു എന്നുള്ള വസ്തുത അവനെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവൻ വിശ്വസിച്ചു, അവൻ അംഗീകരിച്ചു. തൻ്റെ സഹോദരന്മാരോട് എന്ന് പറഞ്ഞു, യൂദായോടും യോസയോടും ശിമിയോനോടും ഒക്കെ ചെന്ന് പറഞ്ഞു, നമ്മുടെ സഹോദരനായിരുന്ന യേശു അവൻ വാഗ്ദത്ത മശീഹിയാണ് എന്നുള്ള വസ്തുത പറഞ്ഞ് അവരും വിശ്വസിപ്പാനിടയായി. ആ യാക്കോബാണ് യെരൂശലേമിൽ സഭയുടെ അധ്യക്ഷനായി പിന്നത്തതിൽ മാറ്റപ്പെടുവാനിടയായി. അവൻ ഒരു ലേഖനം എഴുതുവാനിടയായി. അവന്റെ സഹോദരനായ യൂദ ഒരു ലേഖനം എഴുതുവാനിടയായി. അവർ രണ്ടുപേരും യേശുവിന്റെ സഹോദരനെന്ന് അറിയപ്പെടുന്നതിനേക്കാളും അവർ ആഗ്രഹിച്ചിരുന്നതും പറഞ്ഞിരുന്നതും യേശുവിന്റെ ദാസൻ എന്നുള്ളതായ നിലയിലാണ് അവർ തങ്ങളെക്കുറിച്ച് തന്നെ പറയുവാനിടയായത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യാക്കോബിനും പ്രത്യക്ഷമാകുവാനിടയായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 11ാമത്തെ പ്രത്യക്ഷതയാണ് ഒലിവുമലയിൽ പ്രത്യക്ഷമായത്. ദൈവത്തിന് സ്തോത്രം. ഒലിവുമലയിൽ പ്രത്യക്ഷത നമുക്ക് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി അവിടെ നിൽക്കുന്നതായ സമയം താനെ അവരോട് പറയുകയുണ്ടായി, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ടതായ പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ അവിടെ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദ്യയിലും ശമരിയായിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകണം എന്നുള്ളതായ അപ്പോസ്തല പ്രവൃത്തികളിലെ ആ നിയോഗം അവർക്ക് നൽകി കൊടുത്തിട്ട് യേശു ക്രിസ്തു ഒലിവുമലയുടെ മുകളിൽ നിന്നും സ്വർഗാരോഹണം ചെയ്തു. ഇതാണ് തൻ്റെ 11ാമത്തെ പ്രത്യക്ഷത. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവിടെ നിന്ന് ഉയർന്നു പൊങ്ങി താൻ സ്വർഗസ്ഥലങ്ങളിലേക്ക് കടന്നുപോയി. തൻ്റെ ശിഷ്യഗണങ്ങൾ ആ ഒലിവുമലയുടെ മുകളിൽ തന്നെ കാത്തിങ്ങനെ നോക്കി നിൽക്കുന്നതായ വേളയിൽ അവനൊരു മേഘം അവനെ മറയ്ക്കുവാനിടയായി. മേഘം അവനെ മറച്ചു കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാർ പിന്നെയും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നോക്കി നിൽക്കുമ്പോൾ 2 പുരുഷന്മാർ ആകാശത്ത് പ്രത്യക്ഷമായി. ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങളിങ്ങനെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവനായ ഈ യേശു പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. ഒലിവുമലയുടെ മുകളിൽ നിന്നും കർത്താവ് സ്വർഗസ്ഥലങ്ങളിലേക്ക് കടന്നുപോയി എങ്കിൽ അവൻ ഒലിവുമലയിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന് സഖരിയാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ അതിനെക്കുറിച്ചൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒലിവുമലയുടെ മുകളിൽ നിന്നും സ്വർഗത്തിലേക്ക് കടന്നുപോയതായ ആ 11ാമത്തെ പ്രത്യക്ഷത കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ തിരുവെഴുത്തിൽ പറയുന്നതായ 2 പ്രത്യക്ഷതകളൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. 12ാമത് പ്രത്യക്ഷനായതായിട്ട് തിരുവെഴുത്ത് പറയുന്നത് ആ ഭക്തനായ ആ പൗലോസിനായിരുന്നു. ആ ക്രിസ്തീയ സഭയുടെ പീഡകനായിരുന്നതായ, ക്രിസ്തീയ സഭയിലുള്ള വിശ്വാസത്തെ ഉപദ്രവിച്ചവനായ ആ പൗലോസിന് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് തേജോമയനായ കർത്താവ് പ്രത്യക്ഷനായി. അതാണ് 12ാമത്തെ പ്രത്യക്ഷത. ഞാനത് വിശദീകരിക്കുന്നില്ല. 13ാമത് പ്രത്യക്ഷനായത് താൻ സ്നേഹിച്ചതായ യോഹന്നാനായിരുന്നു. താൻ പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ടതായ സമയം, താൻ പത്മോസിന്റെ ഏകാന്തതയിൽ കർത്തൃ ദിവസത്തിൽ താൻ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവ് അവന് പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷത മറ്റുള്ളവർക്ക് പ്രത്യക്ഷമായതിൽ നിന്നും വളരെ വ്യത്യസ്തമായ നിലയിലായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ആ മഹത്വീകരിക്കപ്പെട്ടതായ ശരീരത്തിന്റെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് യോഹന്നാനെ കർത്താവ് നൽകുവാനിടയായി. അഗ്നിയാരിക്കത്തെ കണ്ണുള്ളവൻ, ഹിമം പോലെ വെണ്മയുള്ളതായ മുടിയുള്ളവൻ, മാറത്തെ പൊൻകച്ച കെട്ടിയവൻ, വസ്ത്രം വളരെ വെണ്മയുള്ളതായ വസ്ത്രം ധരിച്ചവൻ, അവന്റെ കാൽ ഉലയിൽ ചുട്ടുപിടിപ്പിച്ചതായ വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ളതായ തേജസ്കരിക്കപ്പെട്ടവനായ കർത്താവിന്റെ ആ മഹത്വമുള്ള ശരീരത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട് യോഹന്നാന് കർത്താവ് നൽകുവാനിടയായി. ഇതാണ് തിരുവെഴുത്ത് പറയുന്നതായ 13ാമത്തെ പ്രത്യക്ഷത. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു ജീവിച്ചു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്.
അവൻ മരിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവൻ അടക്കപ്പെട്ടു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ച് അടക്കപ്പെട്ടവൻ മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ വിശ്വാസത്തിന് യാതൊരു അടിസ്ഥാനവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നും യേശു ക്രിസ്തുവിന് വേണ്ടി അനേകർ മരിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവരായി നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഉയർപ്പിന്റെ ശക്തിയാണ് നമ്മളെ ഇന്ന് നിർത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെതായ ആ ശക്തി ഇന്നും ഈ ഭൂമിയിൽ നമ്മിൽ നിലനിൽക്കുന്നത് കൊണ്ട്, നമ്മിൽ വ്യാപരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ യേശുവിന് വേണ്ടി നിലനിൽക്കുവാൻ കഴിയുന്നു. ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ഈ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാത്തവരായി, യേശുവിലുള്ള രക്ഷ കൈവശമാക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, യേശു ജീവിക്കുന്ന ദൈവമാകുന്നു. അവൻ പാപികൾക്ക് വേണ്ടി മരിച്ചവനായ ദൈവപുത്രനാകുന്നു. അവന്റെ മരണത്തിൽ വിശ്വസിച്ച് നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു മരിച്ചു എന്നുള്ള ആ ഒരു വിശ്വാസം ഏറ്റുപറയുന്നുവെങ്കിൽ, അവനെ കർത്താവായിട്ട് ഹൃദയങ്ങളിൽ അംഗീകരിക്കുന്നുവെങ്കിൽ നിനക്കും ഈ രക്ഷയുടെ അനുഭവം കരസ്ഥമാക്കുവാനും നിന്നെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായം പ്രാപിപ്പാൻ ഇടയായിത്തീരും. മാത്രമല്ല, കർത്താവിന്റെ വരവെങ്കിൽ നിനക്ക് എടുക്കപ്പെടുവാനും കർത്താവിനോടുകൂടെ നിത്യയുഗങ്ങൾ വാഴുവാനും ഇടയാകും. നിത്യനരകത്തിൽ നിന്നുള്ളതായ രക്ഷ കരസ്ഥമാക്കുവാൻ കഴിയും. അതിന് എന്നെ കേൾക്കുന്ന ഈ വചനം കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ എല്ലാവർക്കും കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, അവിടുത്തെ പൊന്നുനാമത്തിന് മഹത്വം കരയേറ്റുന്നു. അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി കാൽവരി യാഗമാകുവാൻ അയച്ചതിനായി സ്തോത്രം. യേശുനാഥ, അവിടെ നിങ്ങൾക്ക് വേണ്ടി കാൽവരി യാഗമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്ന് സ്വർഗസ്ഥലങ്ങളിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നതിനാൽ ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. ഞങ്ങളെ ചേർക്കുവാൻ വീണ്ടും മടങ്ങി വരാൻ പോകുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. സകല പുകഴ്ചയും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. അവിടുത്തെ വരവിന്റെ ഒരുക്കമുള്ള രാജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവേ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.